ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് റോക്കറ്റിൻ്റെ സിസ്റ്റങ്ങളുണ്ട്. നമുക്കിപ്പം അതിനിടയിൽ ഇപ്പം ഈ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം ഇത് വലിയ പ്രാതിനിധ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യം ഇന്ത്യക്ക് എന്തുകൊണ്ടാണ്, പിന്നെ മറ്റു രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ വല്ലാണ്ട് ആശ്രയിക്കുന്നത്? ഈ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ അതല്ലെങ്കിൽ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ MBRL എന്ന് പറയും, MLRS എന്ന് പല പേരുകളിൽ അറിയപ്പെടും. ഈ ഈ റോക്കറ്റ് ലോഞ്ചറുകളുടെ റോക്കറ്റുകളുടെ പ്രത്യേകത ഇത് കുറഞ്ഞ ചെലവാണ്. ഒരു മിസൈലിനേക്കാൾ ചെലവ് കുറവാണ്. ഇപ്പോ സ്മെർച്ച് ഇന്ത്യ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 2 റോക്കറ്റുകൾ. ഒന്ന് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച പിനാക റോക്കറ്റ് സിസ്റ്റം, രണ്ടാമത്തേത് റഷ്യൻ നിർമ്മിതമായ സ്മെർച്ച്. ഈ 2 പരമ്പരാഗത റോക്കറ്റ് സിസ്റ്റത്തിനും വളരെ കുറഞ്ഞ റേഞ്ചാണ് ഇപ്പോഴത്തെ ആധുനിക കാലത്തെ ആധുനിക എന്ന് ഞാൻ പറഞ്ഞ ഈ കഴിഞ്ഞ 2-3 വർഷത്തുണ്ട് ഈ മേഖലയിൽ ഉണ്ടായ വികാസങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ നമ്മൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഈ സ്മർച്ചിനും നമ്മുടെ കൈവശമുള്ള പിനാക 1 ആ പിനാക 1നും റേഞ്ച് കുറവാണ്. പക്ഷേ ഇന്ത്യ പിനാക 2 ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഇത് ഞാൻ ആദ്യം പറഞ്ഞ സ്മർച്ചിന്റെയും പിനാക 1ന്റെയും റേഞ്ച് ഏതാണ്ട് 40 കിലോമീറ്ററാണ്. അപ്പൊ അതിൽ നിന്നും പിനാക 2 വന്നു, പിനാക എക്സ്റ്റെൻഡഡ് റേഞ്ച് വന്നു. ഇപ്പോൾ പിനാക 3 എന്ന് വേണമെങ്കിലും പറയാവുന്ന ഏറ്റവും പുതിയ, അതിന്റെ കൃത്യമായ പേരൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ ഒരു റോക്കറ്റ് കൂടി ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. അപ്പോഴാണ് ഇന്ത്യ പുതുതായിട്ടൊരു റോക്കറ്റ് ലോഞ്ചർ നമ്മൾ കൈവശപ്പെടുത്തുന്നത്. നമ്മൾ കൈവശപ്പെടുത്തി കഴിഞ്ഞു, സൈന്യത്തിന്റെ ഭാഗമാകുകയാണ്. സൂര്യാസ്ത്ര എന്ന് പറയും. ആ സൂര്യാസ്ത്ര ഒരു യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ എന്നാണ് പറയുന്നത്. അപ്പം ഈ 2ന്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് എന്നോട് ഇപ്പം ഫൗസ് ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് റോക്കറ്റുകൾ ആധുനിക യുദ്ധത്തിൽ കൂടുതൽ പ്രസക്തി നേടുന്നതെന്ന്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ട്, റോക്കറ്റ് ഒരു യുദ്ധത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന, സ്വാധീനിക്കുന്ന, വിജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ആയുധമായി ഡ്രോണുകളും റോക്കറ്റ് ലോഞ്ചറുകളും മാറിയത്. അതായത് 2ാം ലോക മഹായുദ്ധത്തിൽ ടാങ്ക് ഉണ്ടായ അന്ന് ടാങ്കുകളാണ്, റഷ്യയുടെ ടാങ്കുകളാണ് 2ാം ലോക മഹായുദ്ധത്തിലൊക്കെ വലിയ ശത്രുവിന് വലിയ ഭീഷണിയായത്. അല്ലെ, ജർമ്മനിയുടെ ടാങ്കുകൾ ഉണ്ടായിരുന്നു. ആ ടാങ്കുകൾ ഇന്ന് വലിയ പ്രസക്തിയില്ല. അത് ഈ അടുത്ത കാലത്ത് ഒരു 2 കൊല്ലം മുമ്പാണ് അസർബൈജാനും അർമീനിയയും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. യഥാർത്ഥത്തിൽ അർമീനിയക്ക് അസർബൈജാനേക്കാൾ ആയുധശേഷിയുള്ള ഒരു രാജ്യമാണ്. പക്ഷെ തന്ത്രപരമായ ചില പിഴവുകളിലൂടെ അർമീനിയ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അർമീനിയയുടെ കുറെ ഭൂമി അസർബൈജാന്റെ കൈവശമായി. അസർബൈജാനെ ഈ യുദ്ധത്തിൽ സഹായിച്ചത് ഇസ്രായേൽ നിർമ്മിത ഡ്രോണുകളും അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകളും. അതിനുശേഷം ഇപ്പൊ പലരും വിചാരിക്കും അസർബൈജാൻ എന്നൊരു രാജ്യം ഇറാനുമായിട്ട് അടുത്ത ഈ രാജ്യം എങ്ങനെയാണ്? ഇസ്രായേലും ഇറാനുമായിട്ട് ഒരുപോലെ അടുപ്പമുണ്ട് അസർബൈജാൻ. ആയുധങ്ങൾ കൂടുതലും ഇറാനല്ല ഈ സപ്ലൈ ചെയ്തിരിക്കുന്നത്, കൂടുതലും ഇസ്രായേലാണ്. അങ്ങനെ ഇസ്രായേൽ സപ്ലൈ ചെയ്ത ഈ ഡ്രോണുകളും അതുപോലെ തന്നെ തുർക്കിയുടെ ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതായത് ബൈറക്ടർ TB2 എന്ന് പറയുന്ന മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് മെയിൽ ഡ്രോൺ എന്ന് പറയും. ആ ഡ്രോണുകൾ, അതായത് ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് അർമീനിയയുടെ പരമ്പരാഗത സൈന്യത്തെ അവർ പരാജയപ്പെടുത്തി. ആ യുദ്ധത്തിന്റെ പേര് നൊഗാർണോ കരാബാഖ് യുദ്ധം എന്നാണ്. അത് ഇന്ന് യുദ്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പ്രതിരോധ മേഖലയിലുള്ള എല്ലാ വിദ്യാർത്ഥികളും വളരെ താല്പര്യത്തോടു കൂടി പഠിക്കുന്ന ഒരു യുദ്ധമാണ് നൊഗാർണോ കരാബാഖ് യുദ്ധം. ആ യുദ്ധത്തിൽ ഏതാണ്ട് 200ഓളം ടാങ്കുകൾ, ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് സിറ്റിംഗ് ഡക്സ് ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അസർബൈജാന്റെ ഡ്രോണുകൾക്ക് മുമ്പിൽ അർമീനിയയുടെ ടാങ്കുകൾ ദേ ബിക്കേം സിറ്റിംഗ് ഡക്സ്. ദേ കുഡന്റ് പുട്ട് അപ്പ് എ റെസിസ്റ്റൻസ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ടാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഡ്രോൺ പ്രതിരോധിക്കാനുള്ള യാതൊരു സംവിധാനവും ഇല്ല. പക്ഷെ ഡ്രോണുകൾ, കാമിക്കാസെ എന്ന് പറയുന്ന സൂയിസൈഡ് ഡ്രോണുകൾ നേരെ വന്നിട്ട് ഇതിലോട്ട് പതിക്കും. ഈ മുകളിൽ നിന്ന് പതിക്കുന്ന, അതായത് ടാങ്കുകളുടെ മുകൾ ഭാഗം വളരെ എക്സ്പോസ്ഡ് ആണ്. അവിടെ അത്രയധികം കവചിതമല്ല. ആ കവചിതമല്ലാത്ത, ആർമേഡ് അല്ലാത്ത ആ ഭാഗത്ത് കൃത്യമായിട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് ടാങ്കുകൾ നശിപ്പിച്ചു. അതൊരു ഞെട്ടലായിരുന്നു.
അത് അർമീനിയക്ക് മാത്രമല്ല, ലോകം തന്നെ അത് വലിയൊരു അത്ഭുതത്തോടെ വീക്ഷിച്ചതാണ്. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേത് ഞാനീ പറഞ്ഞ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ. ഈ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ പണ്ടൊക്കെ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 35 കിലോമീറ്റർ ഒക്കെ, അതായത് ആർട്ടിലറിയുമായിട്ട് സമാനമായി. നമുക്കറിയാം ആർട്ടിലറി പീരങ്കികളുടെ ഒക്കെ പഴയ കാലത്തെ റേഞ്ച് എന്ന് പറയുന്നത് 35 കിലോമീറ്റർ ആണ്, നല്ല പീരങ്കികളുടെ ഒക്കെ. പക്ഷേ ഹൊവിറ്റ്സർ എന്നാണ് അതിന് പറയുന്നത്. ആ ഹൊവിറ്റ്സർ ഗണ്ണുകളുടെ ഇപ്പോഴും അതിൽ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന ധനുഷിനൊക്കെ 48 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അതും മാത്രമല്ല, ഇപ്പോൾ റാംജെറ്റ് ഷെല്ലുള്ള ഹൊവിറ്റ്സർ വന്നിരിക്കുകയാണ്. അത് വേറൊരു വിഷയമാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോയാൽ നമ്മുടെ മുഖ്യ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. ഇങ്ങനെയുള്ള ഈ ഒരു പുതിയ മാറ്റങ്ങളിൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഇപ്പോഴത്തെ പല റോക്കറ്റുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 60 കിലോമീറ്റർ 80 കിലോമീറ്റർ ഒക്കെയാണ്. അപ്പോൾ ഒരു ഏരിയ ആക്യുറസി വളരെ അല്ല, അത് പഴയ കാലത്തെ റോക്കറ്റുകൾ ഗൈഡഡ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ളത് ഗൈഡഡ് റോക്കറ്റുകളാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അതായത് വളരെ പ്രിസൈസ് ആണ്. പലതും സർക്കുലർ എറർ പ്രോബബിലിറ്റി വെറും 1.5 മീറ്റർ ഒക്കെ മാത്രമുള്ള, അതായത് ലക്ഷ്യസ്ഥാനത്ത് നിന്ന് പരമാവധി ദൂരെ പോകുന്ന 1.5 മീറ്ററോ അല്ലെ തൊട്ട് 5 മീറ്ററിന് അപ്പുറത്തോട്ടൊന്നും അത് പോയി വീഴില്ല. അത്ര കൃത്യമാണ്. GPS ഒക്കെ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ, അതായത് എങ്ങനെയാണ് ഒരു മിസൈൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് സർക്കുലർ എറർ പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഇത് ഒരു പുതിയ ഒരു ഡെവലപ്മെന്റ് ആണ്, പുതിയൊരു മാറ്റമാണ് യുദ്ധമേഖലയിൽ. അതായത് എപ്പോഴാണ് ഈ റോക്കറ്റുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത്? സാധാരണ ഒരു ഏരിയ ക്ലിയർ ചെയ്യാനാണ്. ഇപ്പം സ്മർച്ചിന്റെ ഒരു ബാറ്ററി നമ്മൾ അതിൽ നിന്നുമുള്ള റോക്കറ്റുകൾക്ക് 1 സ്ക്വയർ കിലോമീറ്റർ ഒറ്റ ബാറ്ററി കൊണ്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നശിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ റേഞ്ചുള്ള റോക്കറ്റുകളുടെ കാലം വരിക. അതായത് 300 കിലോമീറ്റർ റേഞ്ച് അല്ലെങ്കിൽ 400 കിലോമീറ്റർ റേഞ്ച്. പിന്നെ അതുമാത്രവുമല്ല, ഈ റോക്കറ്റ് ലോഞ്ചറുകളിൽ പരമ്പരാഗത റോക്കറ്റ് ലോഞ്ചറുകൾ ഇപ്പം പിനാക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിൽ പിനാക മാത്രമേ അതിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സ്മർച്ച് റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം റോക്കറ്റുകൾ നമ്മൾ സാധാരണ കണക്കിലെടുക്കുന്നത് ഇപ്പം സ്മർച്ച് ആണെങ്കിൽ അത് ഏതാണ്ട് 400 അല്ലെങ്കിൽ 300 മില്ലിമീറ്റർ, 400 അല്ല 300 മില്ലിമീറ്റർ ആണ് വലിപ്പം എന്ന് വെച്ചാൽ അതിന്റെ ഡയമീറ്റർ ആണ് അതിൽ നിന്ന് പോകുന്ന റോക്കറ്റുകളുടെ. അതുപോലെ തന്നെ പിനാകയുടെ ആണെങ്കിൽ 214 മില്ലിമീറ്റർ സൈസുള്ള റോക്കറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തോ അതിനേക്കാൾ ചെറുതുമായ റോക്കറ്റുകൾക്ക് ഇതിൽ നിന്ന് വിക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷെ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്നത് അതിനങ്ങനെയില്ല. അതിൽ പല തരത്തിലുള്ള റോക്കറ്റുകൾ അതിൽ നിന്ന് വിക്ഷേപിക്കാം. അത് ചിലപ്പം ഒരു സിംഗിൾ ലോഞ്ചറിൽ നിന്നും 300 മില്ലിമീറ്റർ ഉള്ളത് വിക്ഷേപിക്കാം, 214 വിക്ഷേപിക്കാം, അതിനേക്കാൾ കുറഞ്ഞത് വിക്ഷേപിക്കാം. അതുമാത്രമല്ല, അതിൽ നിന്ന് ഡ്രോണുകളും വിക്ഷേപിക്കാം. ഇതെല്ലാം തന്നെ മൊബൈലാണ്. പഴയ കാലത്ത് ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതങ്ങനെയല്ല. ഇപ്പോൾ അതെല്ലാം കാനിസ്റ്ററിലാക്കിയിട്ട് വാഹനങ്ങളിലാണ്. അതായത് ഒരിക്കൽ ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നും റോക്കറ്റ് ശത്രുവിന് മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിതിൻ ഒരു 10 മിനിറ്റ്സ് അവിടുന്ന് അതിന്റെ ലൊക്കേഷൻ മാറ്റും. കാരണം ശത്രു അപ്പോഴേക്കും ലൊക്കേഷൻ തിരിച്ചറിഞ്ഞിട്ട് ഇവിടേക്ക് ഒരു മിസൈൽ വിടും, അല്ലെങ്കിൽ ഇവിടേക്ക് ഒരു ഡ്രോൺ സ്വാം വിടും. അങ്ങനെ ഡ്രോൺ സ്വാമോ മിസൈലോ വിടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇതിന്റെ ലൊക്കേഷൻ മാറും. ഇത് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോയിട്ടാണ്. അതായത് മൊബൈല്. അപ്പം ഈ പുതിയ സൂര്യാസ്ത്ര പോലുള്ള യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത, അതിൽ പല തരത്തിലുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കാം. അതിന്റെ റേഞ്ച് പക്ഷെ അതേസമയം നമ്മുടെ പിനാകയെ അപേക്ഷിച്ച് ഇത് വിക്ഷേപിക്കുന്ന റോക്കറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. ഇതിൽ നിന്ന് 2-3 റോക്കറ്റുകളെ ഈ പറയുന്ന പ്രിസിഷൻ ആയിട്ട് 400 കിലോമീറ്ററോ 300 കിലോമീറ്ററോ ഒക്കെ വിക്ഷേപിക്കാൻ പറ്റും. പക്ഷെ മറ്റതിൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ വികസിപ്പിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള പിനാകകളുണ്ട്. പിനാക 1 ഞാൻ പറഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, അത് ഏതാണ്ട് 40 തൊട്ട് 60 കിലോമീറ്റർ. പിന്നെ 90 കിലോമീറ്റർ വരെയുള്ള എക്സ്റ്റെൻഡഡ് പിനാക. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ത്യ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. അത് ട്രയൽ പൂർണ്ണമായിട്ടില്ല, യൂസർ ട്രയൽ ഇനി നടക്കേണ്ടതാണ്.
ഉണ്ട്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ. ഈ പിനാക 120 കിലോമീറ്റർ എക്സ്റ്റൻഡഡ് റേഞ്ച് വാങ്ങിക്കാൻ ഫ്രാൻസ് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഒരു ക്വാളിറ്റി എത്രയാണ്. ഇതും നമ്മൾ അതായത് ഈ നാറ്റോ സാർ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നില്ലേ, ഇതും അതേപോലത്തെ സമ്പ്രദായമാണോ? അതെ അല്ല, ഇതെല്ലാം തന്നെ ഇപ്പൊ ആധുനിക റോക്കറ്റ് ലോഞ്ചറുകളെല്ലാം തന്നെ ഒരു റൗണ്ട് അതിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ആ ലൊക്കേഷനിൽ നിന്ന് പെട്ടെന്ന് മാറ്റുമോ. കാരണം അല്ലെങ്കിൽ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്ത ലൊക്കേഷൻ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് അറ്റാക്ക് വരും. അതായത് പിന്നെ രണ്ട് രീതിയിൽ തിരിച്ചറിയും. ഒന്ന് വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകളുണ്ട്, അത് രണ്ടാമത്തേത് സാറ്റലൈറ്റ് വഴി തിരിച്ചറിയും. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഉണ്ട്. അങ്ങനെ ഈ രണ്ട് രീതിയിലും ഈ ആയുധങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു സാധ്യത കിടക്കുന്നു. ആ സാധ്യത ഇല്ലാതാക്കാനാണ് ഇത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും. ഇപ്പോഴത്തെ ഹൊവിറ്റ്സർ ആകട്ടെ, അതായത് പീരങ്കികളാകട്ടെ, മിസൈൽ ലോഞ്ചറുകൾ, അതുകൊണ്ടാണ് കാനിസ്റ്ററിൽ മിസൈൽ ലോഞ്ചിങ് നടത്തുന്നത്. മിസൈൽ ലോഞ്ചറുകളാകട്ടെ എല്ലാം ലൊക്കേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോഴത് ഇപ്പം ഞാനൊരു ഉദാഹരണം ആയിട്ട് പറയുന്നത്, അമൃത്സറിൽ നിന്നും പാകിസ്ഥാന് നേരെ കറാച്ചിക്ക് നേരെയോ ലാഹോറിന് നേരെയോ പ്രയോഗിക്കുന്ന പിന്നെ വെടിവെക്കുന്ന ഒരു ഹൊവിറ്റ്സർ അല്ലെങ്കിൽ ഒരു പിനാക ബാറ്ററി വിത്തിൻ 10 മിനിറ്റ്സ് അത് ഒരു 1.5 കിലോമീറ്ററോ 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റിക്കളി. അതിന് മണിക്കൂറിൽ 60-70 കിലോമീറ്റർ വേഗതയുള്ള ട്രക്കുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികം ഇത് റെയിൽ നെറ്റ്വർക്ക് ഉള്ളിടത്ത് റെയിലിൽ ഘടിപ്പിക്കും. ആ രീതിയിലാണ് ഇന്നത്തെ ആയുധങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ന് ലോകം പ്രിസിഷനും അതുപോലെ കാനിസ്ട്രൈസ്ഡും ആണ് ആയുധങ്ങളെല്ലാം. ഇപ്പൊ നിങ്ങൾക്ക് മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇന്നത്തെ ലോകത്തിൽ. നിങ്ങൾ കാനിസ്ട്രൈസ്ഡ് മിസൈൽ ഉണ്ടായാലേ നിങ്ങൾക്ക് പറ്റൂ. നിങ്ങൾ എത്ര റേഞ്ചുള്ള മിസൈൽ വികസിപ്പിച്ചെടുത്താലും ഒറ്റ ഒരെണ്ണം നിങ്ങൾക്ക് അവിടുന്ന് വിടാൻ പറ്റും. രണ്ടാമത്തേന് മുമ്പ് ശത്രു നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്നാമത് അവാക്സ് പോലുള്ളത്, അവാക്സ് പോലുള്ള സിസ്റ്റം എപ്പോഴും ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവാക്സ് പോലുള്ള സിസ്റ്റങ്ങളെല്ലാം ഓപ്പറേറ്റിംഗ് ആയിരിക്കും. അവാക്സ് വിമാനത്തിൽ മാത്രമല്ല, ഇപ്പൊ ഡ്രോണുകളിലുള്ള സെൻസറുകൾ ഘടിപ്പിച്ച ഡ്രോണുകൾ, അതുപോലെ പിന്നെ റഡാറുകൾ ഘടിപ്പിച്ച ഡ്രോണുകൾ അതിനാണ് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കോണിസ് ISR ഡ്രോണുകൾ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അങ്ങനെ യുദ്ധമാകെ മാറിക്കഴിഞ്ഞു. ഇന്ന് പഴയ യുദ്ധത്തിൽ നിൽക്കുന്ന ആള് ഒരു എന്താണ്, ഹി ഈസ് ഗോയിങ് ടു ബിക്കം എ ലോഫിംഗ് സ്റ്റോക്ക്. അതാണ് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ യുദ്ധമേഖലയിൽ പുച്ഛം ആയിരിക്കും അങ്ങനെ ഒരാളിനെ കുറിച്ച്. അങ്ങനെ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ ഇല്ല, കരാർ ഒപ്പിട്ടില്ല. ഫ്രാൻസ് ഇന്ത്യ 2 റൗണ്ട് ചർച്ച നടത്തി പിനാകയുടെ കാര്യത്തിൽ. അപ്പൊ ഞാൻ തിരിച്ച് വീണ്ടും ഇതിലേക്ക് വരികയാണ്. ഈ സൂര്യാസ്ത്ര പിനാകയോടൊപ്പം തന്നെ സൂര്യാസ്ത്രയുമായിരിക്കും ഇനി വരുന്ന യുദ്ധങ്ങളിൽ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ കുന്തമന. ഈ സൂര്യാസ്ത്ര ലോങ് റേഞ്ചും പിനാക 120 കിലോമീറ്റർ തന്നെ വലിയ ലോങ് റേഞ്ച് ആണ്. അത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് റോക്കറ്റ്സ് കുറവാണെങ്കിലും 300-400 കിലോമീറ്റർ ഒക്കെ റേഞ്ചുള്ള ഈ സൂര്യാസ്ത്ര യഥാർത്ഥത്തിൽ ഇന്ത്യ വികസിപ്പിച്ചതല്ല. അത് ഇസ്രായേലിന്റെ ആണ്, എൽബിറ്റ് സിസ്റ്റത്തിന്റെ ആണ്. അത് ഇന്ത്യയുടെ സ്വകാര്യ മേഖലയാണ് നിർമ്മിക്കുന്നത്. ഈ റേഞ്ചുള്ള പിന്നെ റോക്കറ്റുകൾ ഇപ്പൊ ചൈനയുടെ കൈവശമുണ്ട്. ചൈനയാണ് ഈ മേഖലയിൽ ഇത്തരം ആദ്യമായിട്ട് ഈ 300-400 കിലോമീറ്റർ റേഞ്ചുള്ള റോക്കറ്റുകൾ. പക്ഷെ ഇതിന് ഒരു പരിമിതി ഉള്ളത്, ഒരു ലോഞ്ചറിൽ നിന്ന് ഒരേ സമയം 2 എണ്ണമൊക്കെ മാത്രമേ വിക്ഷേപിക്കാൻ പറ്റൂ. അല്ലാതെ ഒരു ഏരിയ ക്ലിയറൻസ് പോലെ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിനാക 120ക്ക് അത് പറ്റും. പിനാക 120 സെക്കൻഡിൽ എനിക്ക് തോന്നുന്നത് 10-12 ആണ്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരേ സമയം അത് വിക്ഷേപിച്ചുകൊണ്ടിരിക്കും. അത് ഓട്ടോ ലോഡിങ്ങുമാണ്. അപ്പം ഒരു 2 മിനിറ്റിനുള്ളിൽ മിക്കവാറും അതിൻ്റെ ഒരു റൗണ്ട് തീർന്നു കഴിഞ്ഞിരിക്കും. അങ്ങനെ ഒരു 2 മിനിറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതൊരു 45-60 റോക്കറ്റുകൾ വരെ അതിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കും. ഒരു റൗണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സെക്കൻഡുകൾ അത് ഓട്ടോ ലോഡിങ്ങിന് വേണ്ടി വരും. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് അതിനുണ്ട്. പക്ഷേ സൂര്യാസ്ത്രയുടെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ചാണ്, അതിൻ്റെ പ്രിസിഷനാണ്. അതായത് 300-400 കിലോമീറ്റർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു മിസൈല്
ഇപ്പം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ പണ്ട് പൃഥ്വി മിസൈൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രളയ് അങ്ങനെയൊക്കെയുള്ള മിസൈലുകളുടെ റേഞ്ചാണ് 500 കിലോമീറ്റർ, 300 തൊട്ട് 500 കിലോമീറ്റർ റേഞ്ച് വരുന്ന ഹ്രസ്വദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നിടത്താണ് ഈ റോക്കറ്റുകൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആധുനിക യുദ്ധത്തിലൊരു മാറ്റമാണ്. ഒരുപക്ഷെ പാകിസ്ഥാന് ചൈന ഇത്തരം റോക്കറ്റുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഈ സൂര്യാസ്ത്ര ഇസ്രായേലിൽ നിന്നും അതിൻ്റെ ടെക്നോളജി ഉൾപ്പെടെയാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണ്. അതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകുകയാണ്. വരും ദിവസങ്ങളിൽ പിനാക കൂടി ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകുമ്പോൾ അതൊരു വലിയ മാറ്റമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഈ റോക്കറ്റ് യുദ്ധങ്ങളുടെ കാലമായിരിക്കും. വരുന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകളായിരിക്കും ഒരു പ്രധാന റോള് വഹിക്കുക. അതുപോലെ തന്നെ ഡ്രോണുകളുടെ കാര്യം നമുക്ക് മറ്റൊരു ചർച്ചയിൽ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ സമയപരിമിതി മൂലം ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. കൂടുതൽ വിശദാംശങ്ങളുമായി അടുത്ത തവണ.